പാലക്കാട്ട് ഇരട്ട കൊലപാതകം ഉണ്ടായ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ പ്രതിക്ക് വേണ്ടി അവിടെ പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ പാലക്കാട് സൂപ്രണ്ട് ഓഫ് പോലീസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പ്രതി ചെന്താമരയെ കുറിച്ച് എന്തെങ്കിലും സൂചന ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? ഇതുവരെ ഞങ്ങളുടെ കുറെ ടീം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എക്സാക്ട് ഇൻഫർമേഷൻ ഇപ്പോ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. 2-3 സ്ഥലത്തേക്ക് പോയിട്ട് നമ്മുടെ ടീം അന്വേഷിച്ചു. തിരുപ്പൂർ പിന്നെ മറ്റ് കോഴിക്കോട് ഭാഗത്ത് കൂടി അന്വേഷണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ ഈ വനമേഖല മല ഭാഗത്ത് നമ്മുടെ ടീം ഓൾറെഡി ഉണ്ട്. പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പല ടെക്നിക്കൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡ്രോൺ, ഡോഗ് ഉൾപ്പെടെ ഞങ്ങൾ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. ഫോറസ്റ്റ് വാച്ചർമാരുടെ സഹായം കൂടി ഞങ്ങൾ എടുക്കുന്നുണ്ട്. നമുക്ക് ഉടനെ സക്സസ് കിട്ടാൻ സാധ്യതയാണ്. ശ്രീ അജിത് കുമാർ, ആ മേഖലയിലുള്ള ആളുകൾക്ക് വലിയ ഭീതിയുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും പരിശോധന നടത്തുന്നതിനൊപ്പം അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നൊരു ഉത്തരവാദിത്വം കൂടി പോലീസിനുണ്ട്. അങ്ങനെ ഒരു സേനാവിന്യാസം കൂടി ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ മതിയായിട്ട് മാൻ പവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത്. രാത്രി സമയത്ത് കൂടി അവിടെ പോലീസ് പാർട്ടി, സ്ട്രൈക്കർ പാർട്ടി കൂടി ഡിപ്ലോയ് ചെയ്തിരുന്നു. പ്രത്യേകമായിട്ടൊരു സ്കീം ഉണ്ടാക്കിയിട്ട് പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഞങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രതീക കിട്ടിയവർ ഈ ഡെവലപ്മെന്റ് ഞങ്ങൾ പോലീസിന്റെ പ്രസൻസ് ഇൻഷുർ ചെയ്യും. ജനങ്ങളുടെ സുരക്ഷ നമുക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഉള്ളത്. വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. ശ്രീ അജിത് കുമാർ, 2019 സജിത എന്ന സ്ത്രീയെ ഈ ചെന്താമര കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതി ഇവർക്ക് ഈ കുടുംബത്തിന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്നു എന്നുള്ള പരാതി അവർ നൽകിയിരുന്നു പോലീസിൽ. എന്നിട്ട് ആ പരാതിയിൽ പോലീസ് എന്ത് നടപടിയെടുത്തു? ഒരു പരാതി നമുക്ക് സ്റ്റേഷനിൽ ലഭിച്ചിരുന്നു. 29-ാം തീയതി ഡിസംബർ മാസമാണ് ആ പരാതി നമുക്ക് കിട്ടിയത്. ആ പരാതി കിട്ടിയിട്ട് അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ആൾക്ക് ഞങ്ങൾ സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. CI അയാളായിട്ട് സംസാരിച്ചിട്ട് ഈ പരാതിയിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ, ഇയാൾ പരാതിയിൽ പറഞ്ഞത് ദിസ് പേഴ്സൺ ഷുഡ് നോട്ട് കം ടു ദാറ്റ് ഏരിയ ആൻഡ് ഹി ഷുഡ് നോട്ട് ക്രിയേറ്റ് ന്യൂസൻസ് ഇൻ ദാറ്റ് ഏരിയ. ആ കാര്യം വളരെ കൃത്യമായിട്ട് അയാൾ ആയിട്ട് സംസാരിച്ചിട്ട് പ്രോപ്പർലി ഗിവൻ ഇൻസ്ട്രക്ഷൻ നോട്ട് ടു കം ഇൻ ദാറ്റ് ഏരിയ. ബട്ട് ആ ഇൻസ്ട്രക്ഷൻ ഇയാൾ വയലേറ്റ് ചെയ്തിട്ട് വീണ്ടും ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. കാര്യങ്ങൾ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ആണ് ചെയ്തത്. ഇയാളത് വയലേറ്റ് ചെയ്തു. ഇത് വയലേറ്റ് ചെയ്യില്ല എന്ന് ഒരുപക്ഷെ പോലീസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. നിങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ച് ഇയാളോട് സംസാരിക്കുന്നു, ഇത് വയലേറ്റ് ചെയ്യാൻ പാടില്ല, അവിടെ പോകരുത് എന്ന് പറയുന്നു. അത് പോകില്ല എന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് നിങ്ങളുടെ പ്രതീക്ഷ, പോലീസിന്റെ പ്രതീക്ഷ ഒരു സാധാരണ മനുഷ്യനിൽ നിന്നല്ല, ഒരു കൊലക്കേസ് പ്രതിയിൽ നിന്നാണ്. അത്തരത്തിൽ ഒരു വിശ്വാസം കൊലക്കേസ് പ്രതിയിൽ ഉണ്ടായതല്ലേ വീണ്ടും 2 കൊലപാതകങ്ങൾക്ക് ഇപ്പോൾ കാരണമായത്? അത് ഒരു നല്ല അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ആണ്. ഇത് നമുക്ക് അറിയാം, ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇത് വാട്ട് എവർ വി കൻ ഡു അതെല്ലാം കാര്യങ്ങൾ അതിൽ ചെയ്തിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉപയോഗിച്ചിട്ട് അയാൾക്ക് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ കൂടി കൊടുത്തത്. ദാറ്റ് മെത്തഡ് ഓൾസോ വാസ് എംപ്ലോയിഡ്. CI വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇയാൾക്ക് എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ദിവസമാണ് കൊടുത്തത്. അത് ഞങ്ങൾ എല്ലാം കാര്യങ്ങൾ കൂടി വെരിഫൈ ചെയ്തതാണ്. സോ ദിസ് ഈസ് ഫർദർ വി ആർ ടേക്കിംഗ് സ്ട്രിക്റ്റ് ആക്ഷൻ ഇൻ ദിസ് കേസ്. ഈ കേസിൽ നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. വി വിൽ ജസ്റ്റ് ഇൻഷുർ ദാറ്റ് ഹി ഈസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് എനി ഫർദർ ബെയിൽ ഇൻ ദിസ് കേസ്. ശരി, എന്തായാലും അതുമായി ബന്ധപ്പെട്ട വീഴ്ചകളിന്മേൽ റിപ്പോർട്ടൊക്കെ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള ആളുകളുടെ സുരക്ഷിതത്വം ഇനിയെങ്കിലും പോലീസ് ഉറപ്പുവരുത്തും, അതിനുള്ള നടപടി എടുക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി ശ്രീ അജിത് കുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്.